ഇന്റർവ്യൂ ചെയ്യാനിരിക്കണവരെയാണ് രണ്ടുപേരും ഡോഗാണേ. ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറച്ചധികം നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, എൻ്റെ PG ലൈഫിലെ ജസ്റ്റ് ഒരു ഡേ എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് കാണിക്കാമെന്ന് കരുതി. സോ ഞാൻ കണ്ടു തുറക്കുമ്പോഴേ കാണുന്നത് എൻ്റെ റൂംമേറ്റ്സ്, അതായത് വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുന്ന എൻ്റെ റൂംമേറ്റ്സൊക്കെ ഇങ്ങനെ രാവിലെ തന്നെ ഒരുങ്ങി നേരെ ക്ലാസ്സിലേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പം എൻ്റെ കൂടെ ഉള്ളതൊക്കെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ടൈമിങ്ങിലാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഇപ്പോൾ ഇവർ ഈ പല പല ടൈമിലൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ്, എനിക്ക് രാവിലെ ഒരു 9:30 ആയപ്പോഴായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എഴുന്നേറ്റു റെഡിയായി പോകാൻ നോക്കുകയാണ്. ആക്ച്വലി ഗൈസ്, ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട്. തുടക്കം ഭയങ്കര ആവേശത്തോടെ, പക്ഷേ അത് അവസാനിപ്പിക്കാൻ പറ്റില്ല. എന്തെങ്കിലും തിരക്ക് വരുമോ അല്ലെങ്കിൽ മടി പിടിക്കുകയോ മൂട് പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് എൻ്റെ വീഡിയോസ് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല. അതാണ് കുറേയൊക്കെ വീഡിയോസ് ഒന്നും ഇടാതായിപ്പോയത്. അതിലെനിക്കൊരു ചെറിയ സങ്കടമുണ്ട്. എന്നാലും ഈ വീഡിയോ എന്തായാലും കംപ്ലീറ്റ് ആക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. അപ്പം പറഞ്ഞാൽ രാവിലെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇത് ആദ്യം ഞാൻ ഓൾറെഡി എൻ്റെ ഫസ്റ്റ് വ്ലോഗിലൊക്കെ പരിചയപ്പെടുത്തിയതാണ്. എൻ്റെ ബാച്ച്മേറ്റാണ്. അപ്പം ഞങ്ങളുടെ ഒരു ഒരുമിച്ച് നടക്കുകയാണ്. നേരെ കോളേജിലേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഗൈസ്. ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ നല്ല ചൂടും. അപ്പോൾ ആ ചൂടത്ത് നടന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു പരുവാവും ശരിക്കും പറഞ്ഞാൽ. ഇനിയിപ്പോൾ എൻ്റെ PG ലൈഫ് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഫസ്റ്റ് സെമ്മ് കഴിയാനായി. എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പിന്നെ UGയിൽ നിന്നും PGയിലേക്കുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 3 പേരുടെ ക്ലാസ്സിലിരിക്കുക എന്നുള്ളതാണ്. സാധാരണ 100 പേരോ അല്ലെ 60 പേരൊക്കെയുള്ള ക്ലാസ്സിൽ ഇരുന്ന് ശീലിച്ച നമ്മൾ, അല്ലെങ്കിൽ ബാക്ക് ബെഞ്ചിലൊക്കെ ഇരുന്ന് ശീലിച്ച നമ്മൾ, ഈ ഫ്രണ്ടിൽ 3 പേരുള്ള ക്ലാസ്സിൽ അറ്റൻറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു വലിയ ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയത് PGയിൽ കയറിയപ്പം. സോ ഗൈസ്, എനിക്ക് കഴിഞ്ഞ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട സമയത്ത് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് PG JRF ക്രാക്ക് ചെയ്യുക, എങ്ങനെയുണ്ട് PG ലൈഫ്, എന്ത് ബുക്കാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും MSc അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റുഡൻസ് ആണ്. മറ്റു കുട്ടികൾക്ക് എന്താ പറയുക, ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കണവരെയാണ് രണ്ടുപേരും ഇരിക്കുന്നത്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? PGക്കല്ല, PG കിട്ടാൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്, PG കിട്ടാൻ വേണ്ടിയിട്ട് ICARൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 2 കൊല്ലം അഡ്മിഷൻ കിട്ടിയ ആളാണ് ഇരിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് പറഞ്ഞാൽ മറ്റേ ഗില്ലിലേക്ക് ആയിരിക്കും. അഗ്രി സ്റ്റാറ്റിസ്റ്റിക്സിന് അഡ്മിഷൻ വേണമെന്നുള്ളവർക്ക് എന്താണ് JRFിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ PGക്ക് വേണ്ടിയിട്ട്, അപ്പം ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ സെമ്മിൻ്റെ നോട്ട്സൊക്കെ നല്ല വൃത്തിക്ക് പഠിക്കുക. അതല്ലാതെ ഞങ്ങൾ കുറച്ച് വേറെ ബുക്ക്സ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സീനിയേഴ്സ്. അപ്പോൾ അത് ഞാൻ നോക്കിയത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് മാത്സിന് വേണ്ടിയിട്ട് MCA എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അത് നോക്കുക. പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പഠിക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ അവെയർനെസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ബുക്കുണ്ട്, അതും. പിന്നെ ഞങ്ങൾ പഠിച്ചിരിക്കുന്ന ഫണ്ടമെൻറ്റൽസ് ഓഫ് മാത്തമെറ്റിക്സ് എന്ന് പറഞ്ഞ ബുക്കാണ്. ഇതൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഞാൻ JRF എഴുതിയത്. ഇതൊക്കെ എല്ലാ കണ്ടൻറ്റും വേണ്ട, നമ്മൾ സിലബസ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് പഠിപ്പിക്കുക. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇടാൻ പറ്റും. യെസ്, ഇതിനകത്ത് മെയിൻ പോയിന്റ് അതാണ് കേട്ടോ, സിലബസ് നോക്കിയിട്ട് പഠിക്കുക എന്നുള്ളത്. ഈ പറഞ്ഞ ബുക്ക് മുഴുവൻ പഠിക്കാൻ തോന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരില്ല. സിലബസ് നോക്കിയിട്ട് അത് മാത്രം വേണ്ട രീതിയിൽ പഠിക്കണം. സ്റ്റാറ്റിക്കാർക്ക് ഇതാണ് പറയാനുള്ളത്. ഇതുപോലെ ഓരോ സ്ട്രീമിനും പാത്തോളജിയും അതുപോലെ തന്നെ ജെനറ്റിക്സും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോരോ ബുക്കൊക്കെ പറയാനുണ്ടാവും. യെസ്, സ്റ്റാറ്റിക്കാർക്കുള്ളതായിട്ടുണ്ട്. അല്ല, ഇനി എന്തുകൊണ്ട് സ്റ്റാറ്റി എടുത്തു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയ്ക്ക്. അതെന്താ നിങ്ങൾ സ്റ്റാറ്റി എടുക്കാൻ കാരണം? മാത്സിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് അഗ്രി സ്റ്റാറ്റി. പിന്നെ അഗ്രികൾച്ചറിന് കുറച്ച് മാറി നമുക്ക് ഒരു ഫീൽഡിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും എടുക്കാൻ പറ്റും. എനിക്ക് സ്റ്റാറ്റി ഇഷ്ടമായിരുന്നു. മാത്സ് അത്ര ഇഷ്ടമായിട്ട് എടുത്തതൊന്നല്ല, പക്ഷെ സ്റ്റാറ്റി ഞങ്ങൾക്ക് നന്നായിട്ടായിരുന്നു ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ എടുത്തു തന്നത്. അതുകൊണ്ട് ഒരിഷ്ടം തോന്നും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറേയൊക്കെ ഈ PGയിലോട്ട് തിരിയുന്നത് നമ്മുടെ UG ലൈഫിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അതായത്
ഇപ്പോൾ സബ്ജക്റ്റ് ഇഷ്ടമല്ലെങ്കിൽ പോലും ചിലപ്പോൾ നല്ല ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമ്പ്രഷനിലൊക്കെ നമ്മൾ ആ കോഴ്സ് അങ്ങ് എടുത്തില്ല. അങ്ങനെ വരുന്നവരുണ്ട്. ഇപ്പോൾ ഇവളങ്ങനെയാണ് സ്റ്റാറ്റി എടുത്തത്. അവൾക്ക് UG നല്ല രീതിയിൽ സ്റ്റാറ്റീൻ്റെ ബേസ് കിട്ടിയപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത്. ഞാൻ അഗ്രികൾച്ചറിൽ എങ്ങനെ മാറാമെന്ന് ആലോചിച്ചപ്പോൾ കണ്ടുപിടിച്ചൊരു സബ്ജക്റ്റാണ് സ്റ്റാറ്റി. പിന്നെ കംപ്ലീറ്റ്ലി മാത്സിനെ ഇഷ്ടപ്പെട്ടിട്ട് അതിന് വേണ്ടി ഇരുന്ന് പഠിച്ച് വന്നൊരാളാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇത് നമ്മുടെ ബ്രേക്ക് ടൈമിൽ നമ്മൾ ഒന്ന് ഐസ് ബ്രേക്കിംഗ് സെഷനായിട്ട് എടുത്താണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിന് പോകണം. ബൈ. അതുപോലെ തന്നെ ഗൈസ്, നിങ്ങളിപ്പോൾ ആരെങ്കിലും PG ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് JRFൻ്റെ എക്സാമൊക്കെ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കൊല്ലമൊക്കെ ജൂൺ 4-ാം തീയതി ആയിരുന്നു. സോ ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം താല്പര്യമുള്ളവർക്ക് PG എടുക്കാൻ താല്പര്യമുള്ളവർക്ക് JRFനൊക്കെ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ക്രൂഷ്യൽ സ്റ്റേജാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. പിന്നെ ഈ കമൻസിൽ കണ്ട പോലെ ഓരോ സബ്ജക്റ്റ് വൈസിനും ഇപ്പോൾ എന്താണ് വേണ്ടതെന്നുള്ളതൊന്നും എനിക്ക് ആധികാരികമായിട്ട് എന്ത് പറഞ്ഞു തരാൻ അറിയില്ല. ആകെ അറിയാവുന്നതാണ് സ്റ്റാറ്റി. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ട്സിനെയും കൂടി ഇരുത്തിയിട്ട്. അപ്പോൾ പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഉച്ചക്കത്തെ ഫുഡ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്ന് കുറച്ചധികം നേരത്തെ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു 12:30 ആയപ്പോൾ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഒന്ന് റൂമിലൊക്കെ പോയി റിലാക്സ് ചെയ്യാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റൂമിൽ പോയി പിന്നെ നേരെ വീണ്ടും ക്ലാസ്സിലേക്ക് പോയി. പിന്നെ ക്ലാസ് വന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് മൈനർ സബ്ജക്ട്സ്, അപ്പം മേജർ സബ്ജക്ട്സ് ഉണ്ട്, മൈനർ സബ്ജക്ട്സും ഉണ്ട്. അപ്പോൾ മൈനർ വരുമ്പോൾ നമുക്ക് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളെയും കൂടെ കിട്ടും കമ്പനിക്ക് ക്ലാസ് ഇരിക്കാൻ വേണ്ടി. അങ്ങനെ ഉച്ചക്കേശത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു നോർമലി ഉള്ള PG സ്റ്റുഡൻറ്റിൻ്റെ ഡേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, ക്ലാസ്സിന് പോകുന്നു, ഫുഡ് കഴിക്കണു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം റൂമിലെത്തിയാലും നമുക്ക് ഒരുപാട് വർക്ക് ഉണ്ടാവും. പ്രസൻറ്റേഷനായിട്ടോ അല്ലെങ്കിൽ അസൈൻമെൻറ്റോ റെക്കോർഡോ ഇതൊന്നും അല്ലെങ്കിൽ നന്നായി പഠിക്കണം. അന്നെടുത്ത് പഠിച്ച് പോയിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം ക്ലാസ്സിലിരിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പം ചില ദിവസം ആതിര വരും. അപ്പോൾ ആതിരയും കൂടെ വന്നാൽ ഞങ്ങൾ കമ്പൈനായിട്ട് പഠിക്കാനിരിക്കും. അല്ലെങ്കിൽ പിന്നെ വീട്ടിലൊക്കെ വിളിച്ച് അങ്ങനെ സമയം പോകും. വൈകുന്നേരം വന്നാലും ഓരോരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടൈം അതാന്ന് പറഞ്ഞങ്ങോട്ട് തീരും. അപ്പം ഇതൊക്കെയാണ് നോർമലി ഉള്ള ഒരു ഡേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. പിന്നെ വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബിലോ. ബൈ.